എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ മഴവന്നൂർ പഞ്ചായത്തിൽ മണ്ണൂർ ദേശത്ത് വാളങ്കോട്ട് വീട്ടിൽ ശ്രീമാൻ പത്രോസിന്റെയും ചിർച്ചി എന്ന സാറാമയുടെയും 7 മക്കളിൽ 3ാമത്തെ മകളായി ഒരു പുരാതന യാക്കോബായ കുടുംബത്തിൽ 1922 മാർച്ച് മാസം 15-ാം തീയതി ജനിച്ചു. 2 സഹോദരന്മാരും 4 സഹോദരിമാരും ഉൾപ്പെടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ആ ദേശത്ത് നിലകൊണ്ടു. അന്നമ്മ, പൗലോസ്, ഇസഹാക്ക്, മേരി, തങ്കമ്മ, ഏലമ്മ എന്നിവർ സഹോദരങ്ങളായിരുന്നു. പുരാതന കർഷക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട മാതാവും സഹോദരങ്ങളും സന്തോഷത്തോടുകൂടെ വളർന്നു വന്നു. 1927 മാതാവിന് 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്റെ മാതാപിതാക്കൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. തൽഫലമായി നല്ല ആത്മീക പശ്ചാത്തലത്തിൽ വളർത്തപ്പെട്ടു. ചെറുപ്രായത്തിൽ തന്നെ വേദപഠനം നടത്തുവാനും നല്ല ആത്മീക ജീവിതം നയിക്കുവാനും കഴിഞ്ഞു. 1936 തന്റെ 14-ാം വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം കൃപ നൽകി. 3 വർഷത്തിനു ശേഷം തന്റെ 17-ാം വയസ്സിൽ തന്റെ കൊച്ചപ്പനും IPC സഭയുടെ സീനിയർ ശുശ്രൂഷകനുമായിരുന്ന ഇട്ടി രാജൻ ഉപദേശിയുടെ കൈകീഴിൽ ജലസ്നാനം സ്വീകരിച്ച് യേശുവിനോട് ചേർന്നു. വളരെ നല്ല ആത്മീക ജീവിതം കാത്തുസൂക്ഷിക്കുവാനും പെന്തക്കോസ്തിന്റെ ആരംഭകാല പ്രവർത്തകരുമായി നല്ല ആത്മീക ബന്ധം കാത്തുസൂക്ഷിക്കുവാനും കഴിഞ്ഞു. 1938 മാതാവ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് ചൂണ്ടി ദേശത്ത് കിനാലത്ത് വീട്ടിൽ ശ്രീമാൻ വർക്കിയുടെയും ശ്രീമതി അന്നമ്മയുടെയും 6 മക്കളിൽ ഏറ്റവും ഇളയ മകനായ ശ്രീമാൻ KV ജോണിനെ തന്റെ ജീവിത സഖിയാക്കി. വിവാഹത്തിന് ശേഷം 11 വർഷങ്ങൾ എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് ചൂണ്ടി ദേശത്ത് വളരെ മാതൃകയോടെ ജീവിച്ചു. ജീവിത സൗകര്യങ്ങൾ അല്പം കൂടെ മെച്ചപ്പെടുത്തുവാനും കാർഷിക വൃത്തി കൂടുതൽ വിശാലമാക്കുവാനും വേണ്ടി 1949 കുടുംബമായി മലബാറിലേക്ക് കുടിയേറി. വയനാട് ജില്ലയിലെ കാർഷിക ഗ്രാമമായ മീനങ്ങാടിയിലേക്ക് കുടിയേറിയ ആദ്യ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു കിനാലത്ത് ജോൺ ശോശാമ ദമ്പതികളുടെ കുടുംബം. വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ സുവിശേഷ പ്രവർത്തനത്തിന് ശക്തമായ കൈത്താങ്ങൽ കൊടുക്കുവാനും വയനാട്ടിലെ ആരംഭകാല പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ ഒരു പ്രധാന കുടുംബമായി നിലകൊള്ളുവാനും ഈ കുടുംബത്തിന് കഴിഞ്ഞു. ദൈവം കൊടുത്ത ആത്മീക ദർശനപ്രകാരം മറ്റ് 3 കുടുംബങ്ങളുമായി ചേർന്ന് മീനങ്ങാടി 54 ഇന്നുള്ള ദക്ഷിണേന്ത്യ ദൈവസഭയ്ക്ക് അടിസ്ഥാനമിടുവാനും ശക്തമായ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ചുമൽ കൊടുക്കുവാനും ദൈവസഭയുടെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിക്കുവാനും ഈ കുടുംബത്തിന് കഴിഞ്ഞു. ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും നടുവിലും പ്രത്യാശ കൈവിടാതെ കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ച് അനേകർക്ക് ആശ്വാസവും കൈത്താങ്ങലുമായി മാതൃകയുള്ള ഒരു കുടുംബജീവിതം നയിച്ചു. വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നതിനിടയിൽ ആ സന്തോഷത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് 1979 ഓഗസ്റ്റ് മാസം 31-ാം തീയതി തന്റെ ജീവിത പങ്കാളി ശ്രീ KV ജോൺ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ജീവിതത്തിൽ മറക്കാനാവാത്ത ഈ കയ്പിന്റെ അനുഭവം കടന്നു വന്നെങ്കിലും അനേകം ആളുകളുടെ പ്രാർത്ഥനയും ദൈവസഭയുടെ കൈത്താങ്ങലും ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിർത്തി. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുമെന്ന് ഭക്തനായ ദാവീദ് പറയുന്ന പോലെ തന്റെ പ്രിയപ്പെട്ടവന്റെ മരണശേഷം ദീർഘമായ 41 വർഷങ്ങൾ ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുത്ത് വഴി നടത്തി. 41 വർഷം നീണ്ടുനിന്ന കുടുംബജീവിതത്തിൽ ദൈവം 2 ആൺമക്കളെയും 5 പെൺമക്കളെയും ദാനമായി നൽകി. തന്റെ മക്കളുടെ വിവാഹമെല്ലാം തക്ക സമയത്ത് നടത്തുവാനും ദൈവം കൃപ നൽകി. മക്കളായ മറിയക്കുട്ടി ജോണിനെയും അന്നക്കുട്ടി ജോർജ് കുട്ടിയെയും ജേക്കബ് ജോളിയെയും പീറ്റർ ഓമനയെയും ഗ്രേസി ബാബുവിനെയും വത്സ കുഞ്ഞുമോനെയും മോളി സാലുവിനെയും വിവാഹം ചെയ്തു. അവരിലൂടെ 19 കൊച്ചുമക്കളെയും 28 പേരക്കുട്ടികളെയും ദൈവം നൽകി. ഇവരെയെല്ലാം കാണുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും ദൈവം സഹായിച്ചു. തന്റെ ജീവിത സായാഹ്നത്തിൽ 1.5 വർഷത്തോളം രോഗക്കിടക്കയിൽ വിശ്രമിക്കുവാൻ ഇടയായെങ്കിലും തന്റെ പ്രിയപ്പെട്ടവരുടെ പരിചരണവും ശുശ്രൂഷയും അനുഭവിക്കുവാനും ദൈവം സഹായിച്ചു. വാർദ്ധക്യ സഹജമായ ക്ഷീണത്താൽ രോഗക്കിടക്കയിൽ വിശ്രമിക്കുമ്പോഴും ദൈവത്തോടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുവാനും തന്നെ സന്ദർശിക്കുവാൻ വരുന്ന ദൈവദാസന്മാരോടും ദൈവജനത്തോടും ദൈവികമായ കാര്യങ്ങളും ദൈവം തന്നെ നടത്തിയ അനുഭവങ്ങളും പങ്കുവെച്ച് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നതും തന്റെ ജീവിതത്തിന്റെ സ്വഭാവമായിരുന്നു. ദൈവദാസന്മാരുടെ നിരന്തരമായ സന്ദർശനവും പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷയും പരിചരണവും മാതാവിന് വലിയ ആശ്വാസമായിരുന്നു. തന്റെ ജീവിതത്തിന്റെ അവസാന ദിനത്തിൽ സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ നിബു പി ജോൺ കുടുംബമായി പ്രിയമാതാവിനെ കാണുവാൻ വരികയും മാതാവിനോട് സംസാരിക്കുകയും വളരെ സുബോധത്തോടെ മാതാവ് പ്രതികരിക്കുകയും കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. രാത്രി 11 മണിക്ക് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ
ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകുമെന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശഗാനം പാടുകയും അതിനുശേഷം തന്റെ മകൻ പ്രാർത്ഥിക്കുകയും ചെയ്താനന്തരം രാത്രി 11:20 തന്റെ ഭക്തന്മാരുടെ മരണം ഉറക്കം പോലെ എന്ന തിരുവചനത്തിൽ നാം വായിക്കുന്ന പോലെ വളരെ ശാന്തമായി പ്രത്യാശയോടെ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നുവെന്ന പൗലോസിന്റെ വാക്കുകൾ പോലെ പ്രിയമാതാവ് തന്റെ ഓട്ടം തികച്ച് 98-ാം വയസ്സിൽ 2020 ഏപ്രിൽ മാസം 12-ാം തീയതി ഞായറാഴ്ച രാത്രി തന്റെ പ്രിയപ്പെട്ടവരെ വിട്ട് നിത്യവിശ്രമത്തിനായി കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പ്രത്യാശയുടെ തീരത്ത് ആ പൊൻപുലരിയിൽ നമുക്ക് വീണ്ടും തമ്മിൽ കാണാമെന്ന പ്രത്യാശയോടെ പ്രിയമാതാവ് വിടവാങ്ങി. എങ്കിൽ നമുക്ക് പ്രത്യാശ തരുന്ന വാക്കുകൾ, ധൈര്യം തരുന്ന വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അതിന്റെ വിശദീകരണം അടുത്ത വാക്യത്തിലുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ആമീൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ആമീൻ വാത്സല്യ മാതാവ് കഴിഞ്ഞ രാത്രി 11:30 മണിക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ പ്രഭാതത്തിൽ നാം ഈ ഭൗതിക ശരീരത്തിന് മുൻപിലായിരിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേട്ടാൽ നമുക്ക് മുൻപായി, ജീവനോടെ ഇരിക്കുന്ന നമുക്ക് മുൻപായി വാത്സല്യ മാതാവ് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീരും. അതാണ് ആമീൻ ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ ആയിരിക്കുന്ന എല്ലാ ക്രിസ്തു ഭക്തന്മാരുടെയും ധൈര്യം എന്ന് പറയുന്നത്. ആമീൻ മുൻപേ പോയ ആമീൻ വാത്സല്യ പ്രിയപ്പെട്ടവര് വൃതന്മാർ ആമീൻ കാഹളത്തിന്റെ ശബ്ദത്തിങ്കൽ അവർ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീരും. പിന്നെ
ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളി. എനിക്ക് കഴിഞ്ഞ 7 വർഷത്തിലധികമായ പരിചയമുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള സെന്റ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായിരുന്നപ്പോൾ ഏറ്റവും അടുത്തുള്ള അയൽവാസിയായിരുന്നു ഈ വാത്സല്യ ഭവനത്തിലേക്ക് ഈ കുടുംബം. അപ്പോഴൊക്കെ വളരെ സന്തോഷത്തോടെ കാണുന്ന ഒരു മാതാവ്, ചിരിക്കുന്ന മുഖത്തോടെ സിറ്റൗട്ടിൽ എപ്പോഴും വന്നിരിക്കുമ്പോൾ എപ്പോൾ കയറി വന്നാലും വളരെ സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖത്തോടെ കാണുന്ന ഒരു അമ്മച്ചിയായിരുന്നു. ദൈവത്തെ ചെറുപ്രായത്തിൽ അമ്മച്ചിക്ക് ദൈവത്തെ അറിയാനും വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാനും വളരെ മാന്യമായ ക്രിസ്ത്യ ജീവിതം നയിച്ച് തൻ്റെ 98 വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, 98 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് കഴിഞ്ഞ രാത്രിയിൽ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്തുകൊണ്ടു. നമുക്കറിയാം, എപ്പോഴും നമ്മുടെ പ്രായം എത്രയായാലും, ചെറുപ്പമായാലും പ്രായമായാലും, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപെടുന്നത് നമുക്ക് എപ്പോഴും ദുഃഖമുണ്ട്. എന്നാൽ ഈ ദുഃഖത്തിൽ നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. ക്രിസ്തീയ പ്രത്യാശ ഈ മരണം കൊണ്ട് തീരുന്നതല്ലല്ലോ, ഒരു നിലനിൽക്കുന്ന പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, 2 കൊരിന്ത്യർ 5-ാം വാക്യം, കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാത്തൊരു നിത്യഭവനം നമുക്ക് സ്വർഗത്തിലുണ്ട്. ഈ ലോകത്തിൽ നമ്മുടെ പാർപ്പിടം, നമ്മുടെ ഈ ലോകത്തിൽ പാർക്കുന്ന കാലഘട്ടം 60, 70, 80, 100 വയസ്സ് വരെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ നിലനിൽക്കുന്ന ഒരു ഭവനം നമുക്കുണ്ട്. ആ പൗലോസിന്റെ വാക്കുകൾ എത്ര നമുക്ക് പ്രത്യാശ നൽകുന്ന വാക്കുകളാണ്. ആ ദൈവമനുഷ്യൻ പറയുന്നത്, കൂടാരമായ ഈ കൂടാരം നമ്മുടെ ശരീരമാണ്. ഇത് വിട്ട് നാം പോകണം. നമ്മുടെ ഈ ഭൂമിയിൽ ദുഃഖമുള്ള, വേദനയുള്ള, രോഗമുള്ള, കഷ്ടതയുള്ള ഒക്കെ ഉള്ള ഒരു ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അമ്മച്ചി തന്നെ കുറെ കാലങ്ങൾ രോഗാവസ്ഥയിലൂടെ ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. പലപ്പോഴൊക്കെ വന്ന് കാണാനും പ്രാർത്ഥിക്കാനൊക്കെ അവസരം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. കർത്താവ് ദൈവസന്നിധിയിൽ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർത്തുകൊണ്ടല്ലോ ആ പ്രത്യാശ അമ്മച്ചി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നല്ല മാതൃകയുള്ള ഒരു മാതാവായി ദേശത്തും സമൂഹത്തിലും സഭയിലും ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും ഒക്കെ നടുവിൽ വളരെ മാതൃകയോടെ ക്രിസ്തീയ ജീവിതം നയിച്ചു. എന്നാൽ പ്രത്യാശയുള്ള നാട്ടിലേക്ക് പോയി ഉയർപ്പിന്റെ പൊൻപുരടിയിൽ നമുക്ക് കാണാമെന്നുള്ള ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രത്യാശ ഇല്ലാത്തവരായി നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ പ്രത്യാശ ഇല്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്, നിലനിൽക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ നാട്ടിൽ വെച്ച് നമുക്ക് നമ്മുടെ പ്രിയരെ കാണാമെന്നുള്ള ഒരു വലിയ പ്രത്യാശ ദൈവമക്കളായ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്.
ആ പ്രത്യാശയെക്കുറിച്ച് തിരുവചനം ഉടനീളം അനേക വേദഭാഗങ്ങളിലൂടെ പൗലോസിന്റെയും പത്രോസിന്റെയും ഒക്കെ ലേഖനങ്ങളിൽ സുവിശേഷ ഭാഗങ്ങളിലൊക്കെ നമുക്ക് പ്രത്യാശ നൽകിയിട്ടുണ്ട്. ആ പ്രത്യാശ ദൈവസന്നിധിയിൽ ഈ ഭവനത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. ആ പ്രത്യാശ ഉള്ളവരായിട്ടാണ് അമ്മച്ചിക്ക് ദാനമായി കൊടുത്ത മക്കളൊക്കെ ജീവിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പ്രത്യേക ദുഃഖത്തിലുള്ള വാത്സല്യ ഭവനത്തിലെ മക്കളെയും കൊച്ചുമക്കളെയും ഈ ഭവനത്തിൽ പാർക്കുന്ന പീറ്ററച്ചായനും തന്റെ കുടുംബത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവിക സമാധാനത്താൽ ദൈവം നിറയ്ക്കട്ടെ. ഉയർപ്പിന്റെ പൊൻപുരിയിൽ പ്രിയ മാതാവിനെ കാണാമെന്നുള്ള പ്രത്യാശ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേക എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും അസുബിസുകോട് ബത്തേരി സെക്ഷനുള്ള എല്ലാ ദൈവദാസന്മാരുടെയും ദൈവജനത്തിന്റെയും പേരിലുള്ള പ്രത്യാശ ഞാൻ അറിയിക്കുന്നു. ഞാനൊരു വാക്ക് പ്രാർത്ഥിപ്പാൻ ആ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രത്യേക നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യവും ഈ വാർഷിക ഭവനത്തോടു കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുനാമത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവം അങ്ങേക്ക് പ്രിയ മാതാവിനെ കഴിഞ്ഞ രാത്രിയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചിരുന്ന കാലം അത്രയോളം കർത്താവിനെ ഉണ്മയായി സേവിപ്പാൻ, സ്നേഹിപ്പാൻ, ആരാധിപ്പാൻ, അവിടുത്തെ മകളായി ജീവിപ്പാനുള്ള ഭാഗ്യം പ്രിയ അമ്മച്ചിക്ക് ദൈവം കൊടുത്തല്ലോ. കർത്താവെ, അമ്മച്ചിക്ക് ദാനമായി കൊടുത്ത മക്കളെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആൺമക്കളെ രണ്ടുപേരെയും അവരുടെ കുടുംബങ്ങളെ ഓർക്കുന്നു. പെൺമക്കളെ എല്ലാവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ കൊച്ചുമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പോയ നാളുകളിൽ ദൈവമേ, ഈ ഭവനത്തെ ദൈവം സമാധാനത്തോടെ സന്തോഷത്തോടെ നടത്തിയല്ലോ. പ്രിയ മാതാവിനെ ശുശ്രൂഷിപ്പാൻ ഈ വാത്സല്യ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക് ദൈവ അവസരങ്ങളെ കൊടുത്തല്ലോ. അതെല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, സങ്കീർത്തനക്കാരൻ 46-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത് പോലെ ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങി പോവുകയില്ലെന്നുള്ള തിരുവചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, പ്രിയ മാതാവ് ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവിനോടുകൂടെ ചേർത്തുകൊള്ളുന്നുള്ള വലിയ പ്രത്യാശ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെല്ലാം ഈ ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര നാളുണ്ടെന്ന് ഞങ്ങൾ ആരും അറിയുന്നില്ല. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ഞങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി ദൈവഭക്തിയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. ഈ വാത്സല്യ ഭവനത്തെ ആശ്വസിപ്പിക്കണമേ. അമ്മച്ചിയുടെ മക്കളെയും കൊച്ചുമക്കളെയും ദൈവകരങ്ങളിൽ ഓർത്ത് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനെയും ഓർത്ത് ദൈവസഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തുള്ള ഈ സാഹചര്യങ്ങളിൽ ഈ പരിമിതി കർത്താവ് എല്ലാവർക്കും വന്ന് ചേരുവാനോ കാണുവാനോ ഒന്നും കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. എങ്കിലും കടന്നു വന്ന എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കർത്താവ് ശുശ്രൂഷകൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും ദൈവം ആദരിക്കണമേ. ദൈവദാസന്മാരെ ദൈവജനത്തെയൊക്കെ അവിടുന്ന് കൂട്ടിവരുത്തണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ലോകത്തിൽ പലതും വായിക്കും. എന്നാൽ ഏകന്റെ അനുസരണത്താൽ നമ്മിൽ ആ അവസ്ഥയ്ക്ക് മാറ്റുന്നു. നാം നിത്യജീവന്റെ അനുസരിച്ച് പിന്നാത്മകമായ തീരുമാനം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കാമാറാക്കി. ഈ ഭവനത്തെ കർത്താവ് എല്ലാ വിധത്തിലും ആശ്വാസവും ബന്ധുമിത്രാദികൾക്ക് ആശ്വാസവും എല്ലാം ദൈവം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. ദൈവ
വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാം മുമ്പിൽ ഒരു മരണമുണ്ട്. ആ ബോധ്യത്തോടെ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്ന ദിവസങ്ങൾ നമുക്ക് പ്രത്യാശയോടുകൂടെ നമുക്കായിരിക്കാം സ്വർഗത്തിലെ ദൈവം അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ഞാൻ ദൈവവചനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിലുള്ളവരോടുള്ള പ്രത്യേകമായ പാടി സഭയുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരത്തിൽ ദൈവാസനോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചെറുക്കുന്ന ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. എങ്കിലും അമ്മച്ചിക്ക് 98 വയസ്സ് വരെ ജീവിക്കുവാൻ ദൈവം കൊടുത്ത ആ അവസരം ഏറ്റവും വലുതാണ് ഈ ഭൂമിയിൽ. അമ്മച്ചി കിടപ്പിലായ സമയം മുതൽ അമ്മച്ചിയെ വളരെ ആത്മാർത്ഥമായിട്ട് പിതൃച്ചാനും ഓമന ആൻറ്റിക്കും അതുപോലെ തന്നെ പ്രിൻസിമോൾക്കും പ്രിയമോക്കൊക്കെയും പരിചരിക്കുവാനായിട്ട് ദൈവം അവസരം കൊടുത്തു. എനിക്ക് തോന്നുന്നു അമ്മച്ചി ഇവിടെ കിടപ്പിലായ സമയം മുതൽ ഓമന ആൻറ്റിയൊന്നും പല ചർച്ചിലെ പല കാര്യങ്ങൾക്ക് പോലും വരാൻ പറ്റാതെ ആരാധനയ്ക്ക് പോലും പോകാൻ പറ്റാത്ത നിലയിൽ ആയിരുന്നു. അത്രയും വളരെ ആത്മാർത്ഥമായിട്ട് ഒരു നോക്കി. അത് തികച്ചും മാതൃകാപരം തന്നെയാണ്. ഞാൻ പൊക്കി പറയുകയല്ല. ഞാനിവിടെ വരുമ്പോഴൊക്കെയും എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിതൃച്ചാനാണ് നടുവിന് പ്രയാസമുള്ള സമയത്ത് പോലും അമ്മച്ചിയെ തിരിച്ചു കടത്താനും ഒക്കെ വളരെ വേദന സഹിച്ചുകൊണ്ട് തന്നെയാണ് പിതൃച്ചാന് അമ്മച്ചിയെ ശുശ്രൂഷിച്ചത്. എല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അമ്മച്ചിയെ ശുശ്രൂഷിപ്പാനിടയായി തോന്നുന്നു. ആൻറ്റിമാരൊക്കെ തന്നെ ഇവിടെ കടന്നു വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മച്ചിക്ക് കൂട്ട് കിടക്കുകയും ഒക്കെ ചെയ്തു. അമ്മച്ചി തികച്ചും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്ന അമ്മച്ചി ഒരു ഭാഗ്യവതിയാണ്. നന്നായിട്ട് അമ്മച്ചി അമ്മച്ചിയെ മക്കൾക്ക് ശുശ്രൂഷിക്കുവാൻ, അമ്മച്ചിയെ സ്നേഹിക്കുവാൻ, അമ്മച്ചി കരുതുവാൻ ഒക്കെയും ഭാഗ്യമുണ്ടാകും. എത്രയോ മാതാപിതാക്കൾക്ക് ലഭിക്കാതെ പോയ വലിയൊരു ഭാഗ്യമാണ് അമ്മച്ചിക്ക് ലഭിച്ചത്. അമ്മച്ചി എല്ലാ നിലയിലും അമ്മച്ചി ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മച്ചിയാണ് എനിക്ക് സ്വനിഷ്ഠം പറയുവാനായിട്ട് സാധിക്കും. അമ്മച്ചി കർത്താവ് എല്ലാ നിലയിലും അനുഗ്രഹിച്ചു. അത് അവരുടെ ജീവിതത്തിൽ എന്നും ഒരു അനുഗ്രഹമായി മക്കളുടെയും ഒക്കെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് തന്നെ നമുക്ക് തുടർന്നും കാണുവാനായിട്ട് സാധിക്കും എന്ന് പറയുവാൻ എനിക്ക് വളരെ അഭിമാനത്തോടെ ആത്മാർത്ഥമായിട്ട് തന്നെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. അമ്മച്ചി എല്ലാ നിലയിലും അമ്മച്ചിയെ ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അവരുടെയൊക്കെ പേരുള്ള അനുശോചനം അതുപോലെ എല്ലാവിധ ആശ്വാസവും പ്രത്യാശയും മാതാവിന് ദൈവം കൊടുത്ത ആയുസ് തീർന്നപ്പോൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടയായി ചേർന്നല്ലോ. വാസ്തവത്തിൽ ഇന്ന് നാം ഒരു ദുഃഖത്തിൻ്റെ അനുഭവത്തിൻ്റെ ആവശ്യമില്ല. ഏറ്റവും മാന്യമായ ഒരു യാത്രയായപ്പോൾ നാം കൊടുക്കുന്ന സന്ദർഭമാണ്. എന്നാൽ നമുക്ക് ശേഷിക്കുന്ന ഒരു ദുഃഖമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർക്ക്, മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും വന്ന് സംബന്ധിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വളരെ പ്രത്യാശയോടുകൂടെ തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ താൻ ഓടി തികച്ചു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും അത് ലഭിക്കുമെന്നുള്ളതായിരിക്കുന്ന പ്രത്യാശയോടെയാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുവാൻ കൊണ്ടിടയായത്.
ആ നിലയിൽ തന്നെ പ്രിയ മാതാവ് എനിക്ക് ദൈവം കൊടുത്തിയ ആയുസ് വളരെ വിശ്വസതയോടെ ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും മക്കൾക്കും കൊച്ചുമക്കൾക്കും അയൽവാസികൾക്കും ബന്ധുക്കാർക്കൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാതൃക വെച്ച് ഈ ലോക ജീവിതം വിട്ട് താൻ പ്രിയം വെച്ച കർത്തസന്നിധിയിലേക്ക് കഴിഞ്ഞ രാത്രികാലം ചേർക്കപ്പെടുവാൻ കൊണ്ടുവിടുകയാണ്. മരണമെന്നത് സാർവത്രികമാണ്. വേദപുസ്തകത്തിൽ മരണത്തെക്കുറിച്ച് വളരെ ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നാം വായിക്കുന്നത് എങ്ങനെയാണ്? തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്നാണ്. പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ, എന്തെന്നു സന്തോഷം, എന്തെന്നു സന്തോഷം, എന്തെന്നു സന്തോഷം ആകാശത്തിൽ എത്ര. പ്രിയ മാതാവിനെ കണ്ട കാലം മുതൽ, ബാല്യത്തിൽ യൗവനത്തിലൊക്കെ കണ്ട കാലം മുതൽ എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടുകൂടെ, സ്നേഹം തോന്നുന്ന വാക്കുകളോടുകൂടെ സ്വീകരിച്ച് ആഹാരപാനീയങ്ങൾ നൽകി ആദരിക്കുന്ന ഒരു വിലയേറിയ മനോഭാവത്തിനുടമയായിരുന്നു. അത് വിസ്മരിക്കാനായിട്ട് കഴിയുകയില്ല. ഈ ലോകം വിട്ട് ഇന്നലെ രാത്രി പ്രിയ മാതാവ് കടന്നുപോയി. മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നാം അതിനെ അംഗീകരിച്ചേ മതിയാവും. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ മരണത്തെ സംബന്ധിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ലെന്ന് വചനം പറയുന്നതുകൊണ്ട് എനിക്കും ആ കാര്യത്തിൽ ഒരു ദുഃഖവുമില്ല. എനിക്ക് പ്രത്യാശയും സന്തോഷവും അതിലുപരി ഒരുപാട് അനുസ്മരണങ്ങളും മാത്രമാണ് പറയാനായിട്ട്. ഒരു അനുശോചന വാക്കുകളും എനിക്ക് സൂചിപ്പിക്കാനില്ല. എനിക്ക് പറയാനുള്ള വാക്കുകൾ അത്രയും അനുസ്മരണങ്ങളാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലെ ധാരാളം വാക്യങ്ങളും ആശയങ്ങളും സന്ദേശങ്ങളും നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമാകുന്നവൻ. ഞാൻ എൻ്റെ ശുശ്രൂഷ രംഗത്തെ ഒരു ചരമഭാവത്തിൽ ആദ്യമായി കോഴിക്കോട് ദൈവസഭയുടെ ബന്ധത്തിൽ പാസ്റ്റർ മൈക്കിളിൻ്റെ സഹോദരി മരിച്ച സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഒരു ചരമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു വചന ശുശ്രൂഷിക്കുന്നത്. അന്ന് ദൈവലിഖിതത്തിൽ ഒരു വാക്യമാണ്, എനിക്ക് മരിക്കുന്നത് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭമാകുന്നു എന്ന സന്ദേശം. ആ വാക്യത്തിനൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഭക്തിയോടുകൂടെ ലോകത്ത് ജീവിച്ച ഒരു ഭക്തനായ ദേവദാസനായിരുന്നു പാസ്റ്റർ മൈക്കിൾ. അദ്ദേഹത്തിൻ്റെ സഹോദരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വരിയോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട് ശുശ്രൂഷ ചെയ്തവരാണ്. ആ പ്രിയ സഹോദരി മരിക്കുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് അവരെ പോയി കണ്ടു. ആ സമയത്ത് വളരെ ക്ഷീണിതയായി ശോഷിച്ച ശരീരത്തോടുകൂടെ കിടക്കയിൽ ചുരുണ്ട് കിടക്കുന്ന മാതാവിനെ തട്ടി വിളിച്ച് ഞാൻ ചോദിച്ചു, ആൻറ്റി എന്തു പറയുന്നു എന്ന് ഞാനെന്നെ ചോദിച്ചു. അപ്പം ആൻറ്റി എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. കുഴിഞ്ഞ കണ്ണുകൾ, പൊട്ടിയ കവിളുകൾ, ചുളുങ്ങിയ തൊലി, എന്നാൽ ആ മുഖത്ത് ഒരു വലിയ പ്രശോഭ, ഒരു ഓറ എനിക്ക് കാണാനായിട്ട് പറ്റി. ആ മാതാവ് പ്രകാരം ഒരു വാക്യമാണ് ഞാൻ മറുപടിയായി പറഞ്ഞത്, വരുവാണ് തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ തോന്നി. ആ വാക്യം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പ്രാർത്ഥിച്ചു മടങ്ങി. 2-ാം ദിവസം മാതാവ് മരിച്ച വിവരം വീണ്ടും കോഴിക്കോട്ടെത്തി. അന്നാണ് വാസ്തവത്തിൽ ഒരു ഭക്തന്റെ മരണം എത്ര വിലയേറിയതാണ് എന്ന് അറിയാനും കാണാനും എനിക്കിടയായത്. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ പറഞ്ഞൊരു വാക്യമാണ്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമാകുന്നത്. പലസ്തരം മാതാവിൻ്റെ ജീവിതത്തിൽ അത് 100% അനർത്ഥമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തന്റെ ജീവകാലത്ത് അനുഗ്രഹിക്കപ്പെട്ട ആത്മീക കൂട്ടായ്മകളിൽ സജീവ പങ്കാളിത്തം വഹിക്കുകയും വിശേഷ മീനങ്ങാടി ദൈവസഭയുള്ള ബന്ധത്തിൽ ഏറ്റവും സുദൃഢമായ സേവനം മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തെടുക്കുവാൻ കുടുംബമായിട്ട് ദൈവം അവരെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. എല്ലാവരും ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൃപയിലുമായിരിക്കുന്നു എന്നൊരു സന്തോഷമുണ്ട്. അതിലുപരിയായിട്ട് മാതാവിൻ്റെ ജീവിതം അന്ത്യനിമിഷം വരെയും ദൈവമക്കളെ സ്നേഹിക്കുവാനും ദൈവദാസന്മാരെ വിശേഷാൽ സ്നേഹിക്കുവാനും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് താങ്ങുതണലുമായി നിൽക്കുവാനും ഇടയാക്കി തീർത്തു എന്നുള്ളതിന് സംശയമില്ല. കർത്താവ് ദാസന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ശുശ്രൂഷ ചെയ്തതിനെ കുറിച്ച് വായിക്കുന്നു. മാർത്ത ശുശ്രൂഷ ചെയ്തു. മറിയ നല്ല അച്ഛൻ തിരഞ്ഞെടുത്ത് കാൽക്കലിൽ നിന്ന് വചനം പഠിച്ചപ്പോൾ മാർത്ത ശുശ്രൂഷ ചെയ്തു. കർത്താവ് മറ്റൊരിടത്ത് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശുശ്രൂഷക്കാരൻ എന്നോടുകൂടി ഇരിക്കുന്നു. പ്രിയമാതാവ് തൻ്റെ ജീവകാലത്ത് കർത്താവിനെ ശുശ്രൂഷിച്ച ഒരു മാന്യ വനിതയാണ്, ഒരു മാന്യ മാതാവാണ്. അതുകൊണ്ട് തന്നെ കർത്താവിനോട് കൂടെ 100% കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. അതിലുപരിയായി രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് കൂടെ ചേർക്കപ്പെടുവാൻ യോഗ്യതയുള്ളൊരു ജീവിതമാണ് പ്രിയമാതാവ്
വായിച്ചതെന്ന് സംശയമില്ല. വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം ചാനലുണ്ട്. ജേക്കബ് ചാനൽ ഓൺലൈൻ വഴിയാണ് ഈ ശുശ്രൂഷകൾ കർത്താവിന്റെ ദാസനും പങ്കുചേരുന്നു. അപ്പോൾ തന്നെ അമ്മച്ചിക്ക് 5 പെൺമക്കളാണുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ അവരായിരിക്കുന്നു. അവരിൽ ഒരാളായ ഗ്രേസിയാൻ്റെ പ്രിയ ബാബു ചാനലിന് നമ്മുടെ കൂടെയുണ്ട്. ശേഷം ഞങ്ങളുടെ അമ്മച്ചിയുടെ കുടുംബങ്ങളിൽപ്പെട്ടതായ അനേകമുണ്ട്. പ്ലാക്കുഴി കുടുംബത്തിൽപ്പെട്ടത്, കരിപ്പറമ്പിൽ കുടുംബത്തിൽപ്പെട്ടതായ എല്ലാവരും ഈ അനുശോചനത്തിൽ പങ്കുചേരുന്നുണ്ട്. ഞങ്ങൾ അതിലൊരു റെപ്രസെൻറ്റേറ്റീവായിട്ടല്ല, ഒരു അനുശോചനം രേഖപ്പെടുത്തി പിരിയുവാനല്ല. പക്ഷേ ഞങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ഈ അമ്മയോടൊത്ത് ആ സ്വർഗീയ ഭവനത്തിൽ വീണ്ടും ചെന്ന് കാണാം എന്നുള്ള പ്രത്യാശയിലാണ് ആ സംഗതികളെല്ലാം അവർ അറിയിച്ചിരിക്കുന്നത്. ഞങ്ങളും അതിൽ പങ്കുചേരുന്നത്. ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ആ പ്രത്യാശ ഭവനത്തിൽ എത്തുവാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പല യാത്രകളിൽ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലായിരുന്നപ്പോഴും അവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ തിരിച്ച് മടങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് സുവിശേഷ പ്രവർത്തനത്തോട് ബന്ധത്തിൽ നോർത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോഴെല്ലാം അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ അമ്മയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നത്, ഞങ്ങളുടെ ജീവിതത്തിന് എപ്പോഴും ഒരു വലിയ ആശ്വാസമായി തീർന്നതായ അനേക സംഭവങ്ങളുണ്ട്. വിവരിപ്പാൻ സമയമില്ലാത്തതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാലും ദൈവം തൻ്റെ മക്കളെ എത്രത്തോളം സ്നേഹിച്ചു, അമ്മയ്ക്ക് നീണ്ട ഒരു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിച്ചു. ഏകദേശം 100 വയസ്സ് തികയുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളപ്പോൾ ദൈവം ചേർത്ത് തൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിച്ചു. നമ്മൾക്കും തന്നിരിക്കുന്ന ആയുസ് ദൈവത്തിൻ്റെ ആ കർത്തവ്യത്തെ നിർവഹിച്ച് ദൈവനാമത്തിന് മഹത്വത്തിനായി ദേശത്ത് നിലകൊള്ളുകയും അനേക ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ തക്കവണ്ണം നമുക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കാലങ്ങളിൽ പലവിധമായ കഷ്ടപ്പാടുകളിൽ കൂടിയാണ് മലബാറിൽ കൂടെ കടന്നുപോയതെന്നാൽ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിൽ കൂടെ ഈ ദേശത്ത് ഒരു നല്ല സാക്ഷ്യമായി അനേകരെ ക്രിസ്തുവിലേക്ക് ഒരു നല്ല സാക്ഷ്യമുള്ളവരാക്കി നടത്തുവാൻ, അനേക ദൈവദാസന്മാർക്ക് കൈത്താങ്കൽ കൊടുക്കുവാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, ഇങ്ങനെ അനവധി കാര്യങ്ങളിൽ അമ്മയും ഈ കുടുംബവും പ്രേരണയായിട്ടുണ്ട്. എല്ലാവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ സങ്കടങ്ങളെ ബോധിപ്പിക്കുന്നു, സ്നേഹത്തെ അറിയിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. പലവിധമായ കഷ്ടപ്പാടുകളിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആയിരുന്നത്. അവർക്ക് ദൈവം കൊടുത്തതായ ആശ്വാസത്തിൻ്റെ കരങ്ങളും ശരീരത്തിന് കൊടുത്തതായ ബലം എല്ലാം ദൈവസന്നിധിയിൽ കണക്ക് എടുക്കപ്പെടുന്നതാണ്. ദൈവം അവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയെല്ലാം കണ്ട് ഒരു നിത്യതയിലേക്ക് നല്ല ഒരു ഹാലങ്ങളുടെ പ്രത്യാശയോടെ വിടുതൽ ലഭിക്കാൻ എനിക്ക് ഇടയാക്കിയതിനാൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഈ പ്രത്യാശയിൽ ഈ സമയത്ത് അമ്മയോട് ചേർന്ന്